പീരുമേട് MLA-യും CPI നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. MG പ്രതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്. ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ കാലവും നിലകൊണ്ട നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഴൂർ സോമന്റെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. നിയമസഭാ സാമാജികർക്കുൾപ്പെടെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് വാഴൂർ സോമൻ അന്തരിച്ചുവെന്നത്. ഇന്ന് റവന്യൂ അസംബ്ലി നടക്കുന്ന ദിവസമായിരുന്നു. ഈ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനാണ് പീരുമേട് നിന്ന് വാഴൂർ സോമൻ തലസ്ഥാനത്തെത്തിയത്. റവന്യൂ അസംബ്ലിയിൽ ആദ്യ സെക്ഷൻ ഇടുക്കി ജില്ലയുടേതായിരുന്നു. ആ സെക്ഷൻ പൂർത്തിയാക്കിയ ശേഷം ഈ റവന്യൂ അസംബ്ലി കഴിഞ്ഞ് താഴേക്ക് പടിക്കെട്ട് ഇറങ്ങുന്ന സമയത്താണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. റവന്യൂ മന്ത്രി K. രാജൻ ഉൾപ്പെടെ ഉള്ളവർ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് തന്നെ പെട്ടെന്ന് ഈ തിരുവനന്തപുരത്തുള്ള ഈ ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് വളരെ വേദനിപ്പിക്കുന്ന കാര്യം. ഹൃദയാഘാതമാണ് എന്നതാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിവരം. ഈ മരണ വാർത്ത അറിഞ്ഞ് മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ മൃതദേഹം ഉള്ള ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. റവന്യൂ മന്ത്രി K. രാജൻ, മന്ത്രി GR അനിൽ, മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ ഭൗതികദേഹം MN സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ വണ്ടിപ്പെരിയാറിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് ഇപ്പോൾ ഈ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.